കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ്. മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. YS അഭിനന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, 4 വയസ്സുകാരിയായ പെൺകുട്ടി പുഴയിൽ വീണ് ശ്വാസം മുട്ടി മരിച്ചു എന്ന സങ്കടം അത് കേരളത്തിന് ഇപ്പോഴും താങ്ങാനാവാത്തതാണ്. ഈ നിമിഷവും ഈ കഴിഞ്ഞ ദിവസവുമൊക്കെയും കേരളം ചർച്ച ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് മരണത്തിന് മുമ്പേ വേറെയും ക്രൂരത ഈ കുട്ടി അനുഭവിച്ചു എന്നാണോ വെളിപ്പെടുന്നത്? ഗൂഗിൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അത്തരത്തിലേക്കുള്ള വഴിത്തിരിവാണ് ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേയറ്റം നൊമ്പരപ്പെടുന്ന ഒരു വാർത്തയായിരുന്നു അർത്ഥത്തിൽ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലേക്ക് ഒരു വലിയ വെളിപ്പെടുത്തൽ. അതിന്റെ ഭാഗമായി അടുത്ത ബന്ധുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ കണ്ടെത്തൽ. ആ കണ്ടെത്തലിനെ തുടർന്ന് ചെങ്ങമനാട് പോലീസിനായിരുന്നു ആദ്യം ഇത്തരത്തിലേക്ക് ഒരു സംശയമുണ്ടായിരുന്നത്. പിന്നീട് വിശദമായ ഒരു അന്വേഷണം നടത്തുവാൻ ചെങ്ങമനാട് പോലീസ് തീരുമാനിക്കുന്നു. ചെങ്ങമനാട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത പുത്തൻകുരിശ് പോലീസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പിന്നീട് പുത്തൻകുരിശ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അടുത്ത ബന്ധുവിലേക്ക് ഈ ഇതിന് കുന്തമുന നീടുന്ന സാഹചര്യമുണ്ട്. അതിനാൽ അല്പസമയം മുൻപാണ് ഈ അടുത്ത ബന്ധുവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എപ്പോഴും പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലാണ് അടുത്ത ബന്ധു ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണമോ എന്നത് ഇനി വിശദമായ അന്വേഷണത്തിന് ഒടുവിലായിരിക്കും തീരുമാനിക്കപ്പെടുക. കഴിഞ്ഞ ദിവസമാണ് അമ്മ ഇത്തരത്തിലേക്ക് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ അമ്മയുടെ ക്രൂരത എന്ന രീതിയിലായിരുന്നു അതിനെ കേരളം കണ്ടുകൊണ്ടിരുന്നത്. വലിയ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി മാറുകയും ചെയ്തിരുന്നു. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് ആണ് കുടുംബ പ്രശ്നവും മാനസിക പ്രശ്നവും എല്ലാമാണ് കുട്ടിയെ എറിഞ്ഞ് കൊലപ്പെടുത്തുന്നത് എന്നും. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ റൂറൽ SP M ഹേമലത അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ കൊലപാതക കുറ്റം വ്യക്തമല്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു പോലീസ്. കൊലയ്ക്ക് പിന്നിൽ എന്താണെന്നുള്ളത് കൃത്യമായി ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും അമ്മയുടെ മൊഴിയിൽ ഉൾപ്പെടെ വൈരുദ്ധ്യമുണ്ട്. അമ്മ സാധാരണ നിലയിലാണ് പ്രതികരിക്കുന്നതെന്നും ഇന്നലെ റൂറൽ SP M ഹേമലത വ്യക്തമാക്കി. തീർച്ചയായും അഭിനന്ദ്, ഏതായാലും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കൂടി പുറത്തു വരുന്നത്. S ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായി. അങ്ങനെയെങ്കിൽ ആ വേദന ഇരട്ടിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം, ഈ സംഭവം അല്ലെങ്കിൽ ഈ കുട്ടി ചൂഷണത്തിനിരയായി എന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ കുടുംബത്തിൽ എന്നതടക്കം ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു അല്ലേ? ഗൂഗിൾ തീർച്ചയായും. കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അസ്വസ്ഥത അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ആ കുട്ടിയുടെ മരണം തന്നെ എല്ലാവരെയും പോലെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ്. അതിനിടയിലാണ് മരണശേഷവും ആ കുട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു വാർത്ത, അത് ആ കുട്ടി ലൈംഗികമായി ചൂഷണത്തിനിരയായി എന്നുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി അന്വേഷണത്തിന്റെ ഗതി മാറുകയാണ്. കാരണം 1 വർഷത്തോളം ആ കുഞ്ഞ് 4 വയസ്സുകാരി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് ഡോക്ടർമാർ പോലീസിന് കൈമാറിയത്. പോലീസ് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ വിവരം ചോരാതെ കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്തി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും ഈ കേസിൽ ഇനി പോക്സോ നിയമം ചുമത്തിയതിനു പുറമെ ഈ വിവരം ആ വീട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ, ആരെങ്കിലും ഈ വിവരം മൂടി വെച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളടക്കം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അമ്മയ്ക്ക് ഈ വിവരം അറിയാമായിരുന്നോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും ഈ വിവരം അറിയാമായിരുന്നോ, അല്ലെങ്കിൽ കുട്ടി ഈ വിവരം ആരോടെങ്കിലും പങ്കുവച്ചിരുന്നു, അത്തരം വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതിപ്പോൾ കൊലപാതക കേസ് ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ സമാനമായ കുറ്റം തന്നെ ലഭിക്കാവുന്ന, വധശിക്ഷ പോലും ലഭിക്കാവുന്ന പോക്സോ നിയമം, അത് പ്രായപൂർത്തിയാകാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കുറ്റമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. അത് അടുത്ത ബന്ധുവാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിർണായകമായ ഒരു കേസിന്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു വിവരമാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയതും പോലീസ് അന്വേഷണത്തിൽ ഒരാളെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നതും. ഈ കേസിൽ ഇനി ഓരോ ദിവസവും നിർണായകമാണ്. പ്രതിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അത് അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. എങ്ങനെ എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ സങ്കടപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ രാത്രിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്.
കൊല്ലപ്പെട്ട ശേഷവും ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൊല്ലപ്പെടുന്നതിന് ഒരു വർഷം വരെ ആ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഒരു അടുത്ത ബന്ധു, സംരക്ഷിക്കേണ്ട ഒരാളാണ് ആ കുഞ്ഞിനെ അത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നത് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഗോകുൽ. തീർച്ചയായിട്ടും ഈ ബന്ധുവിന്റെ പേര് അല്ലെങ്കിൽ കുട്ടിയുടെ ബന്ധുക്കളുടെ അടക്കം പേരുകൾ ഇനി പുറത്ത് പറയുന്നതിന് മാധ്യമങ്ങൾക്കും പോലീസിനും ഒക്കെ പരിമിതിയുണ്ട്. കാരണം അതൊരു പോക്സോ കേസായി മാറുകയാണ്, ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ട്. നമ്മുടെ നിയമം അനുസരിച്ച് ആ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുന്ന യാതൊരു വിവരങ്ങളും പുറത്തു പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ വിവരം എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല ഇന്നലെയും ഇന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചോദ്യം ചെയ്യലിലും മൊഴികളിലുമൊക്കെ ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പൊസസീവ്നെസ് അങ്ങനെയുള്ള കുറേ കാരണങ്ങളാണല്ലോ ഈ മാതാവ് നിരത്തിയത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കാരണം ഒരു പക്ഷേ ഇതാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയെ ലൈംഗികമായ ചൂഷണത്തിന് ഇരയായതാണ് എന്ന തരത്തിലേക്കൊരു മൊത്തത്തിൽ ഈ കേസ് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിക്കുന്നൊരു വിവരമാണ് ഈ പുറത്തു വരുന്നത്. തീർച്ചയായും. പക്ഷേ മാതാവിന് ഈ വിവരം അറിയാമോ എന്നുള്ളതിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അത് പോലീസും സ്ഥിരീകരിക്കുന്നില്ല. കാരണം നിലവിൽ ആ കുട്ടിയെ എന്തിനു കൊലപ്പെടുത്തി, എന്തായിരുന്നു അതിനുള്ള കാരണം എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി നൽകാതെ ഭർത്തൃ വീട്ടുകാർ ദുഃഖിക്കണം, അത് തനിക്ക് കാണണം എന്നുള്ളൊരു മറുപടി മാത്രമാണ് അവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ വിശദമായി ചോദ്യം ചെയ്യലിന് കസ്റ്റഡി അപേക്ഷ നൽകുകയും നാളെ കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയും പോലീസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരു നിർണായക വിവരം പോലീസിന് കിട്ടുന്നത്. അത് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വിവരമായിരുന്നു. ഏതായാലും ആ വിവരം കേന്ദ്രീകരിച്ച് പുറത്തു പോകാതെ പോലീസ് നടത്തിയ ഒരു അന്വേഷണം തന്നെയാണ് പ്രതി എന്ന് സംശയിക്കുന്ന ആളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഈ മണിക്കൂറുകളിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വിവരം സ്ഥിരീകരിച്ച് പ്രതി കുറ്റം സമ്മതിച്ചാൽ അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. ഏതായാലും ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ ഇനി പോക്സോയ്ക്ക് പുറമെ BNS ഉൾപ്പെടെ ഉൾപ്പെടുത്തുമോ ആ പ്രതി കുറ്റം സമ്മതിച്ചാൽ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് വധശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റമാണ്. മുൻപത്തെ IPCയിൽ നിന്നും വ്യത്യസ്തമായുള്ള ഏറ്റവും പ്രത്യേകത അതാണ്, അത് വധശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റമാണ്. ഏതായാലും ഈ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ ബന്ധുവിന്റെ പേരോ, നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ കുട്ടിയുടെ പേരോ കുട്ടിയുടെ മാതാവിന്റെ പേരോ അങ്ങനെ ഒരു വിവരങ്ങളും സോഷ്യൽ മീഡിയയിലോ റിപ്പോർട്ടിങ്ങിനിടയിലോ നമുക്കും പങ്കുവെക്കാൻ സാധിക്കില്ല, പോലീസിനും സാധിക്കില്ല. ഏതായാലും വലിയ ഒരു വേദന നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ വിവരം പുറത്തു വരികയും ഡോക്ടർമാർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. അയാളെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ശ്യാം, ഈ വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൊലപാതകം, ആ കുട്ടിയുടെ സംസ്കാരം, പോസ്റ്റ്മോർട്ടം വിവരങ്ങളൊക്കെ വരുമ്പോഴും സ്വന്തം അമ്മയാൽ ലാളിച്ച കൈകൾ തന്നെ ജീവനെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പുഴയിലേക്ക് വലിച്ചെറിയുന്നു, ആ ഒരു പെൺകുട്ടിയുടെ 4 വയസ്സുകാരിയുടെ ജീവിതം ഇല്ലാതാക്കുന്നു എന്നതായിരുന്നു നമ്മളെ ഞെട്ടിപ്പിച്ചത് അല്ലെങ്കിൽ നമുക്ക് സങ്കടമായത്. അതിനും അപ്പുറത്തേക്ക് ഏറ്റവും അടുത്ത ഒരു ബന്ധു തന്നെ ആ കുട്ടിയെ ഇതിനു മുൻപ്, ഈ മരണത്തിനപ്പുറം അതിനു മുമ്പ് ആ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു. ഒരുപക്ഷെ പ്രതികരിക്കാൻ പോലും ആവാത്ത പ്രായം, തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നത് അതിനേക്കാളേറെ വേദനയാവുകയാണ്. ഗൂഗിൾ തീർച്ചയായും. കാരണം ഓരോ കുട്ടികളുടെയും, പ്രായപൂർത്തിയാകാത്ത ഓരോ കുഞ്ഞുങ്ങളുടെയും പ്രതീക്ഷ അവരുടെ ചുറ്റുമുള്ളവരൊക്കെ അവരുടെ സംരക്ഷകരാണെന്നുള്ളതാണ്. ആ ഒരു സംരക്ഷകനാകുമെന്ന് കരുതിയ ആൾ തന്നെ ആ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആ വിവരം പോലീസിനെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ഈ വാർത്ത ശരിയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് നമ്മൾ അവരെ ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവരം മാധ്യമങ്ങൾക്ക് പോലും കിട്ടാതെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിലേക്ക് എത്താനായിട്ട് പോലീസ് ഒരു ദിവസമാണ് അധ്വാനിച്ചത്. അതിലൂടെയാണ് പോലീസിന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഏതായാലും പോലീസിനെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഡോക്ടർ നൽകിയത്. ആ വിവരങ്ങൾ നമുക്കും പുറത്ത് പങ്കുവെക്കാൻ സാധിക്കില്ല, അത് നിയമത്തിന്റെ പ്രത്യേകതയാണ്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ അത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്തിക്കും. കാരണം നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമായ കുട്ടിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് മറ്റുള്ള ആർക്കെങ്കിലും അറിയാമായിരുന്നു, ആ വിവരം മറച്ചുവെക്കപ്പെട്ടോ അല്ലെങ്കിൽ അതിന് ഭീഷണി ഉണ്ടായോ, അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അതിന് ഉപചോദ്യമായിട്ട് ഉയർന്നു വരും. ആ വിഷയങ്ങളിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം പോകേണ്ടിയും വരും. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തി അമ്മയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടിക്ക് ലൈംഗികമായി ചൂഷണം ചെയ്തു
എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് പുത്തൻകുരിശ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ കേസിൽ കസ്റ്റഡിയിലുള്ളത് ഒരു പ്രധാന ബന്ധുവാണ്. ഏതായാലും ഒരു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് നിരവധി ദുരൂഹതകൾ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതുപോലും ഈ വിവരം അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അതെല്ലാം പോലീസ് കണ്ടുപിടിക്കേണ്ട വിവരങ്ങളാണ്. ഇനി ഉയരുന്ന ഒരുപിടി ചോദ്യങ്ങൾ പൊതുസമൂഹത്തിനുമുണ്ട്. പക്ഷേ അത് അന്വേഷണത്തിലൂടെ പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അത് ഹൃദയഭേദകമായ വാർത്തയാണ്. ആ കുഞ്ഞ് കൊല്ലപ്പെടുന്നതിന് ഒരു വർഷം വരെ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു. അതും ഒരു അടുത്ത ബന്ധുവിനാൽ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഗൂഗിൾ തീർച്ചയായും അങ്ങേയറ്റം നടുക്കുന്ന വാർത്തയാണ്, ഉലയ്ക്കുന്ന വാർത്തയാണ് ഈ വരുന്നത്. ആ 4 വയസ്സുകാരിയായ കുഞ്ഞ് അമ്മ പുഴയിലേക്ക് എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ കുഞ്ഞ് മരണത്തിന് മുമ്പ് അതിലേറെ ചൂഷണത്തിനിരയായി, ലൈംഗിക ചൂഷണത്തിനിരയായി, അതും അടുത്ത ബന്ധുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അടുത്ത ബന്ധുവാണ് ആ കുട്ടിയെ ചൂഷണം ചെയ്തതെന്ന വിവരം കൂടിയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഏതായാലും ആ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ശ്യാംകുമാറും വൈ എസ് അഭിനന്ദുമാണ് വിവരങ്ങൾ നൽകിയത്.